ഹലോ, അപ്പോൾ ഇന്ന് എനിക്ക് മേക്കപ്പ് വർക്കുള്ള ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. എൻ്റെ നെയ്ബറായിട്ടുള്ള ചേച്ചിമാർക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരാളെ മാത്രം മേക്കപ്പ് ചെയ്യണം മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഈ ചേച്ചിയുടെ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചിനോട് ഞാൻ പകുതി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്, നിനക്ക് യൂട്യൂബ് ചാനലില്ലേ, അതിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എടുത്തോട്ടാന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, വേഗം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റ് വന്നിട്ട് ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ. ഫംഗ്ഷൻ്റെ തലേ ദിവസമായിരുന്നു എന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീ നാളെ വായോ, എനിക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണം, അതുപോലെ ഹെയർ സ്റ്റൈലും ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെഫറൻസൊക്കെ ചേച്ചി ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ പ്രെപ്പ് ചെയ്തിട്ട് നമ്മൾ ഐ മേക്കപ്പ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ഐലൈനർ മതി എന്നുള്ളത്. കാരണം ചേച്ചി എപ്പോഴും യൂസ് ചെയ്യാറ് ബ്ലൂ അല്ലെങ്കിൽ ബ്രൗൺ ആണ്, കൂടുതലായിട്ട് ബ്ലൂ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ ഐലൈനർ വെച്ചിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ. കാരണം ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള മേക്കപ്പാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൗണ്ടേഷൻ നമ്മൾ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന, ചേച്ചി യൂസ് ചെയ്യുന്ന ആ ഒരു സെയിം ഫൗണ്ടേഷനാണ് കേട്ടോ, മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആയിരുന്നു. അത് വെച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് മാത്രമേ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെയറിൻ്റെ വേറൊരു സജഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കി അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഔട്ട്ഫിറ്റ് വന്നിട്ട് സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മാച്ചായി പോകുന്ന ഒരു മേക്കപ്പും ലിപ് ഷെയ്ഡൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളുടെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ടോട്ടൽ 3 വർക്കാണ് കേട്ടോ ഇവിടെ ചെയ്യാനുണ്ടായിരുന്നത്. ചേച്ചിയുടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചേച്ചിയുടെ അമ്മയുടെയും അനിയത്തിയുടെയും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവർക്ക് ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വർക്കിന്. അപ്പം അങ്ങനെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെയറിന് നമുക്ക് ഓൾറെഡി റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത് ഒരു മെസ്സി ബണ്ണാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയറിൻ്റെ പ്രെപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഹെയർ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർട്ടി മേക്കപ്പ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ DM ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.